ഇപ്പോൾ വളരെ അസാധാരണമായ രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി കേരളത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന് കൂടി പങ്കാളിത്തമുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ അത്തരം പരിപാടികളുടെ ഉദ്ഘാടനത്തിൽ ഗവൺമെന്റുമായിട്ടൊരു കൂടിയാലോചന സാധാരണഗതിയിൽ പതിവുള്ളതാണ്. അത്തരത്തിലുള്ള ആലോചനകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി വരുമ്പോൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇന്ന് എത്താൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചിരുന്നു. ബന്ധപ്പെട്ട ഇവിടെ ജില്ലാ ചുമതലയുള്ള ആളെന്ന നിലയിൽ അത് മിനിസ്റ്റർ ഓൺ വെയിറ്റിംഗ് എന്ന നിലയിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അസാധാരണമായ കാര്യം, സാധാരണ പ്രധാനമന്ത്രി വരുമ്പോൾ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഗവൺമെന്റിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ സ്വീകരണം വരിക. ഈ സ്വീകരണത്തിലും കൂടുതൽ രാഷ്ട്രീയ പ്രതിനിധികളെയാണ് ഇവിടെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമ്പോഴും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും തെറ്റായ രൂപത്തിലുള്ള ക്രമീകരണം ഇപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വെച്ചിട്ടായിരിക്കും പ്രധാനമന്ത്രി സന്ദർശനം. പക്ഷെ ഔദ്യോഗിക ചടങ്ങ് കൂടി ഉള്ള ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഫണ്ട് കൂടിയുള്ള, കേരളം കൂടി ഇടപെടുന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ അർഹമായിട്ടുള്ള രീതിയിൽ ഒരു സാന്നിധ്യം കേരളത്തിന് നൽകാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, അതിനകത്ത് സ്വീകരണ പരിപാടിയിൽ കേരളത്തിന്റെ ഗവൺമെന്റ് പ്രതിനിധികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സിഒഎഫിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു മര്യാദ അനുസരിച്ച് സിഒഎഫിനകത്ത് പങ്കെടുക്കും. പക്ഷേ സ്വീകരണത്തിനകത്ത് വിമാനത്താവളത്തിൽ വരുമ്പോൾ എല്ലാ പ്രധാനമന്ത്രിമാർ വരുമ്പോഴും ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ്, ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മിനിസ്റ്റർ ഓൺ വെയിറ്റിംഗ്, ഇവരാണ് സ്വീകരിക്കാറുള്ളത്. അത്തരം ഒരു ഉൾപ്പെടുത്തലല്ല ഇത്തവണത്തെ റിസപ്ഷനകത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അസാധാരണമായ കാര്യമാണ് ഇതിൽ. അത് കേരളത്തിനോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തിനപ്പുറം കേരളത്തോടുള്ള ഒരു അവഗണനയും കേരളത്തോടുള്ള പുച്ഛത്തോടുള്ള സമീപനവുമാണ് ഈ പരിപാടിക്കകത്ത് പ്രതിഫലിക്കുന്നത്. അതെ, BJP പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വീകരണത്തിന്റെ നമ്മൾ എത്രയോ പ്രധാനമന്ത്രിമാർ കേരളത്തിൽ വരികയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല ഭാഗത്ത് വരികയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഘടകകക്ഷികളുടെ വിവിധ നേതാക്കന്മാരെ കുത്തിത്തിരുകിക്കൊണ്ടുള്ള സ്വീകരണ ചടങ്ങുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പൊതു ഫണ്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് കാണേണ്ടത്. അങ്ങേയറ്റം പ്രോട്ടോകോൾ ലംഘനം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. വളരെ ഗൗരവമായ വിഷയമാണ്. കേരളത്തോടുള്ള കടുത്ത അവഗണനയും കേരളത്തോടുള്ള ധിക്കാരപരമായ സമീപനവുമാണ് ഇക്കാര്യത്തിൽ പ്രതിഫലിക്കുന്നത്.